ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നല്ല രീതിയിലുള്ളൊരു പണി കിട്ടിയിട്ടിരിക്കുകയാണ് ഞാൻ. തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ OnePlus ഫോണിൻ്റെ ഗ്രീൻ ലൈൻ ഇഷ്യൂ അതെനിക്കും കിട്ടി. നല്ല രീതിയിൽ തൃപ്തി അടങ്ങിയിരിക്കുകയാണ്. ഗ്രീൻ ലൈൻ ഇഷ്യൂവിനെ കുറിച്ച് ഞാൻ നേരത്തെ അറിഞ്ഞായിരുന്നു, എൻ്റെ ഫ്രണ്ട് പറഞ്ഞായിരുന്നു. അവന് ഇതിനെക്കുറിച്ചൊക്കെ, ഈ ഫോണുകളെ കുറിച്ചൊക്കെ നല്ല ഗ്രാഹ്യമുള്ളവരും പുള്ളി എന്നടുത്ത് പറഞ്ഞിരുന്നു. എടാ, നിൻ്റെ 8 സീരീസ് അല്ലേ, 80 അല്ലേ, അതിന് എന്തോ ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്ഡേഷൻ വരുമ്പോൾ. അതുകൊണ്ട് അപ്ഡേഷൻ വരുമ്പോൾ നീ ചാടിക്കറി ചെയ്യേണ്ട, റിവ്യൂവും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ കാരണം കൊണ്ട് ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായില്ല. പക്ഷേ ഇന്ന് എനിക്കത് കിട്ടി. അതെങ്ങനെ കിട്ടിയെന്നും എനിക്ക് വലിയ പിടിയില്ല. ഞാനിപ്പോഴും അത് അപ്ഡേഷൻ ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ അപ്ഡേഷൻ ചെയ്യേണ്ട, ആലോചിച്ചിട്ട് മതി, അങ്ങനെ ചെയ്താൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഇന്ന് ഞാൻ ഓഫീസിലിരിക്കുന്ന ടൈമിൽ, ഓഫീസിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഈ ഗ്രീൻ ലൈൻ പതുക്കെ തെളിഞ്ഞ് എൻ്റെ സ്ക്രീനിലും വന്നു. ഞാൻ കാണിച്ചു തരാം. ആണോ, ഗ്രീൻ ലൈൻ കൃത്യമായിട്ട് നമ്മുടെ ബുക്കുകൾക്കൊക്കെ മാർജിൻ ഇടില്ല നമ്മൾ, അതേപോലെ കാണാമോ, അതേപോലെ തെളിഞ്ഞു വന്നു. എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സമാധാനമുണ്ട്, സൈഡിലാണ് വന്നേക്കണം. പക്ഷേ ഞാൻ കണ്ടേക്കണതും ഇത് പലരുടെയും കയ്യിൽ ഇങ്ങനെ 80 കണ്ടേക്കണത് കറക്റ്റ് സെൻട്രേൽ കൂടിയാണ് ലൈൻ വന്നേക്കണത്. അത് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു. പക്ഷേ ഇതെനിക്ക് സൈഡിൽ കൂടിയാണ് വന്നതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരമുണ്ട് അത്. പക്ഷെ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വന്നൊരു കംപ്ലൈൻ്റ് അല്ല, ഇത് OnePlus ആയിട്ട് നമുക്ക് തന്നൊരു കംപ്ലൈൻറ്റാണ്. OnePlus ഞാൻ ഇപ്പോഴും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു ബ്രാൻഡാണ് OnePlus. ഓക്കെ, ഇത് 8 സീരീസ് ഫോണിനാണ് ഞാൻ ഇതിനു മുമ്പ് കേട്ടേക്കണത്. ഇതിപ്പോൾ എൻ്റെ 8T ആണ്, OnePlus 80 എന്ന് പറഞ്ഞ സീരീസാണ്. അപ്പോൾ ഈ സീരീസിനാണ് അങ്ങനെ ഒരു ഇഷ്യൂ അറിഞ്ഞേക്കണത്. എൻ്റെ പെങ്ങളുടെ OnePlus തന്നെയാണ്, അതിന് ഇതുവരെ ഇഷ്യൂ എന്നുള്ളതായിട്ട് അവൾ പറഞ്ഞിട്ടില്ല. അത് OnePlus 9RT ആണ്, 9 സീരീസാണ്. അതാണ് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ. പിന്നെ അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബ്രാൻഡായിരുന്നു OnePlus. പക്ഷേ നിങ്ങൾ OnePlus ഇനി ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് നോക്കിയാൽ മതി. കമ്പനിയായിട്ട് തന്നെ നമുക്കിങ്ങനെ ഓരോ പണികൾ തരുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഒന്ന് ആലോചിച്ചിട്ട്, വേണ്ടാന്നൊന്നും പറയില്ല, ഫോണൊക്കെ അടിപൊളിയാണ്. ഈ ഒരു പർട്ടിക്കുലർ ഇഷ്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ ഫോൺ അടിപൊളി ഫോണാണ്. ഒരു ഹാങ് ഇല്ല, ഭയങ്കര വീഡിയോ ക്വാളിറ്റി, ഫോട്ടോ ക്വാളിറ്റി എല്ലാം ഉണ്ട്. എനിക്കിതെടുത്തിട്ട് ഒരു നഷ്ടബോധം തോന്നിയിട്ടില്ല. പക്ഷേ ഇന്നാണ് എനിക്ക് നഷ്ടബോധം തോന്നിയത്, ഈ ഒരു ഇഷ്യൂ. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് എടുക്കുക. 8 സീരീസ് ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അതൊരു കാര്യം. 8 സീരീസ് ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ OnePlusൻ്റെ ഫോൺ ഒന്ന് ആലോചിച്ചിട്ട് എടുത്താൽ മതി. ഇതിനെക്കുറിച്ച് അപ്പോൾ ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അറിയാൻ കഴിഞ്ഞത് 14,000 രൂപ ഇത് ക്ലിയർ ചെയ്യാൻ വേണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ മാറണം. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യം, അവൻ ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ അറിവുള്ളതുകൊണ്ട് ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എടാ നമുക്ക് ആദ്യം സർവീസ് സെൻറ്ററിൽ പോവാം. ഇതിൻ്റെ വാറണ്ടി കഴിഞ്ഞു പറഞ്ഞിട്ട്. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം, അതായത് 2021 ഓണത്തിന് എടുത്ത ഫോണാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വാറണ്ടി കഴിഞ്ഞു. അതുകൊണ്ട് വാറണ്ടി വഴി നമുക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അവനെ വിളിച്ചിട്ട് അവനോട് പറഞ്ഞു, നമുക്ക് സർവീസ് സെൻറ്ററിൽ പോവാം, അവരെന്താ ചെയ്യണമെന്ന് നോക്കാം. അതല്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് OnePlus Care എന്ന് പറഞ്ഞതിൻ്റെ ആപ്പ് ഉണ്ട്, ഇതിനകത്ത് ഫോണിൽ തന്നെ ഉണ്ട്, അതുവഴി ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ നമുക്ക് കൺസ്യൂമർ കോർട്ടിൽ പോകാമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നിലവിലെ സിറ്റുവേഷൻ. അതാണിപ്പോൾ ഫോണിൻ്റെ അവസ്ഥ. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ കണ്ടു. ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്ന യൂസേഴ്സ് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ കാണിച്ചു തരാം. കാണാമോന്ന് അറിയാൻ പാടില്ല. OnePlus ഗ്രീൻ ലൈൻ ക്ലബ് എന്നാണ് ആ ഗ്രൂപ്പിൻ്റെ പേര്. ആ ഗ്രൂപ്പിൽ ഇപ്പോൾ ഓൾറെഡി 452 പാർട്ടിസിപ്പൻസ് ഉണ്ട്. അതായത് 452 പേരിൽ ഒരു 400 പേർക്കെങ്കിലും ഇങ്ങനത്തെ ഇഷ്യൂ ഉണ്ടായിട്ടായിരിക്കണമല്ലോ അവർ ഇതിനകത്ത് ജോയിൻ ചെയ്തത്. ചിലപ്പോൾ ചിലർ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാവാം, അതെനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ എന്താ സൊല്യൂഷൻ എന്ന് ഇപ്പോഴും അറിയാൻ പാടില്ല. എങ്ങനെയാണ് ഇത് ക്ലിയർ ചെയ്യാമെന്നോ. സർവീസ് സെൻ്ററുകളിൽ അന്വേഷിച്ചവർ വെച്ച് പറഞ്ഞത് 14,000 രൂപ കൊടുത്തിട്ട് 14,000 രൂപ നമ്മൾ കമ്പനിക്ക് പിന്നെയും കൊടുത്താലാണ് അത് ക്ലിയർ ചെയ്തിട്ടുള്ളത്. അതായത് ഡിസ്പ്ലേ മാറണം. കമ്പനിയായിട്ട് നമുക്കൊരു കംപ്ലയിൻറ്റ് തന്നു, അതിനുശേഷം അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ പിന്നെയും കമ്പനിക്ക് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ മര്യാദയെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാനിത് ഒരു റഫ് യൂസോ അങ്ങനത്തെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, ഭയങ്കര സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന ഒരു ഫോണാണ്. ഇത് കണ്ടോ, ഇപ്പോഴും നല്ല പുത്തം പോലെ ഇരിക്കണം. ഒരു വർഷവും 2 മാസമായ ഫോണാണ്, പുത്തം പോലെ ഇരിക്കുന്നതാണ്. കണ്ടോ, ബാക്ക് കണ്ടാൽ അറിയാം. ഒരു സ്ക്രാച്ചോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക റഫ് യൂസോ ഇതുവരെ നിലത്ത് വീണിട്ടും കൂടിയില്ല. അപ്പോൾ
കാരണം അങ്ങനെയാണ് ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഇതിന് ഞാനിങ്ങനെ റഫ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഫോൺ എനിക്കുണ്ട്. ഇതാണ് ഞാൻ റഫ് യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ബൈക്കിൽ പോകുമ്പോൾ GPS സെറ്റ് ചെയ്യണത് പോലും ഈ ഒരു ഫോണിലാണ്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ബൈക്കിൽ നിന്ന് ചാടി പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഫോണാണ് വെക്കണമെങ്കിൽ അത് പിന്നെ നമ്മുടെ ചങ്ക് തകരണ പോലെയാണല്ലോ. അത് അതുകൊണ്ടാണ് ഈ ഫോൺ ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പൊന്നു പോലെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോൺ കമ്പനിയായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പണി തരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെ ഇതിന് പറയണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഒരു ദിവസം എറണാകുളത്ത് വെച്ചിട്ട് ഇങ്ങനെ തന്നെ ഒരു പയ്യൻ്റെ ഇങ്ങനെ പെട്ടെന്ന് ഒരു ഗ്രീൻ ലൈൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് നോട്ടീസ് ചെയ്തു. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു 80 ആണല്ലേ എന്ന് ചോദിച്ചു. അതേ ബ്രോ 80 ആണ്, ഇത് എത്ര ആളെ വന്നിട്ടെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു കുറച്ച് ഒരു മാസമോ അങ്ങനെ എന്തോ പറഞ്ഞു. ഇപ്പോൾ എന്താ സർവീസ് സെൻറ്ററിൽ എന്താ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത്, സർവീസ് സെൻറ്ററുകാർ അവനോട് പറഞ്ഞത് അത് അടുത്ത അപ്ഡേഷനിൽ ശരിയാവും എന്നാണ് അവർ പറഞ്ഞതെന്നാണ് പറഞ്ഞത്. അത് ഇതുവരെ അവൻ്റെ ശരിയായിട്ടില്ല. പിന്നെ ഞാനും ഇതിനകത്ത് അപ്ഡേഷൻ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനീ പറഞ്ഞ എൻ്റെ ഫ്രണ്ടിനോട്, ആൽബിൻ എന്നാണ് അവൻ്റെ പേര്, അവനോട് ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു നീ ആദ്യം അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ആൻഡ്രോയിഡ് 12 ആണ് എടുക്കണത്. ആൻഡ്രോയിഡ് 12 ഇപ്പോൾ എൻ്റെ കിടക്കുന്നത്. ഞാൻ അപ്ഡേഷൻ ഞാനായിട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിനകത്ത് ഡൗൺലോഡായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇടയ്ക്ക് പോപ്പപ്പ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു, ഇൻസ്റ്റാൾ നൗ അല്ലെങ്കിൽ മേ ബി ലേറ്റർ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ഓവർനൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ലേറ്റർ കൊടുത്താൽ വിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് പെട്ടെന്ന് സഡൻലി ഞാനിങ്ങനെ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പതുക്കെ ഇങ്ങനെ തെളിഞ്ഞ് നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുകയാണ്. കണ്ടോ, നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് നിലവിലെ അവസ്ഥ. ഇനിയിപ്പോൾ അടുത്ത തന്നെ നാളെ ഞങ്ങൾ സർവീസ് സെൻറ്ററിൽ പോകണം. എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് അറിയണം. അതല്ല, ഇത് നമ്മളായിട്ട് വരുത്തി വെച്ചതല്ലല്ലോ, കമ്പനിയായിട്ട് നമുക്ക് തന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഇത്രയും കാലത്തിനുള്ളിൽ ഒരു 5-6 ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട്, സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അങ്ങനത്തെ ഡിസ്പ്ലേക്ക് ഒരു ഇഷ്യൂ മറ്റൊരു ഫോണിനും ഉണ്ടായിരുന്നില്ല. ഈ ഫോൺ 2018 മേടിച്ച ഫോണാണ്. ഇപ്പോഴും ചെറിയ ഹാങ് ഉണ്ടെന്നുള്ളൂ. സാംസങ് ആയതുകൊണ്ടായിരിക്കാം ചെറിയ ഹാങ് ഉണ്ട്. അതല്ലാണ്ട് വേറെ ഇഷ്യൂവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. ഇതാണ് നിലവിലെ അവസ്ഥ. ഇനി സർവീസ് സെൻ്ററിൽ പോയി കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ സൊല്യൂഷൻ എന്താ അവർ പറയണതെന്ന് നമുക്കൊന്ന് ആലോചിക്കാം. എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. എന്തായാലും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.